നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് റിയാസ് ഇല്യാസ്. ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയർ ആണ്. CCNA, CCNP മുതലായ നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സിസ്കോയുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളായ സ്വിച്ച്, റൗട്ടർ തുടങ്ങിയവ ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അവയെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നൊക്കെയാണ് പ്രധാനമായി നെറ്റ്വർക്കിംഗ് കോഴ്സുകളിൽ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കാനോ ചെയ്തു നോക്കാനോ കഴിയില്ല. കാരണം ലക്ഷങ്ങൾ വില വരുന്ന സ്വിച്ചുകളും റൗട്ടറുകളും സ്വന്തമാക്കാൻ നമുക്കാകില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിനായി വിർച്വൽ സ്വിച്ചുകളെയും റൗട്ടറുകളെയും ഒരുക്കി തരികയാണ് സിസ്കോ പാക്കറ്റ് ട്രേസർ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഏത് ഫോൾഡറിലാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോൾഡർ തന്നെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് സമയത്തിനുള്ളിൽ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഓക്കെ, ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതാണ് സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ടൂളുകളും മറ്റ് അനുബന്ധ കാര്യങ്ങളും ശ്രദ്ധിക്കാം. നമുക്കാവശ്യമായ റൗട്ടറുകൾ, CCNA പഠിച്ചവർക്കറിയാം റൗട്ടർ, സ്വിച്ച് മുതലായവയുടെ ഉപയോഗം. ഈ കാണുന്നത് റൗട്ടറുകളാണ്. സിസ്കോയുടെ പല സീരീസിലുള്ള റൗട്ടറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവയൊക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ മുഖേന പഠിക്കാൻ കഴിയും. ഒരു ഉദാഹരണം കാണിക്കാം. 1841 എന്ന ഈ റൗട്ടർ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സിസ്കോയുടെ 1841 എന്ന റൗട്ടറാണിത്. ഇതിന് എങ്ങനെയാണ് കാണാൻ കഴിയുക, ആ റൗട്ടറിൻ്റെ ഇൻ്റർഫേസുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ റൗട്ടർ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ഫിസിക്കലായിട്ടുള്ള കണക്ഷനുകളും അതിൻ്റെ ഇൻ്റർഫേസുകളും ഈ ഭാഗത്ത് നമുക്ക് കാണാം. അതിനെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് കോൺഫിഗ് എന്നുള്ള ടാബിൽ കാണാൻ കഴിയും. CLI എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. കമാൻഡുകൾ അറിയുന്നവർക്ക് ഈ ഇൻ്റർഫേസിലൂടെ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ കഴിയും. അതുപോലെ ഓരോ റൗട്ടറുകളും നമുക്ക് കോൺഫിഗർ ചെയ്യാനും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻ്റർഫേസ്, എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ പല സീരീസിലുള്ള സ്വിച്ചുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹബ്ബ്, വയർലെസ് ഡിവൈസസ്, കേബിളുകൾ, കണക്ഷൻസ്, കൺസോൾ കേബിൾ, കോപ്പർ സ്ട്രൈറ്റ് ത്രൂ കേബിൾ, അതുപോലെ കോപ്പർ ക്രോസ് ഓവർ കേബിൾ, ഫൈബർ കേബിൾ, ഫോണിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ, കോയാക്സിൽ കേബിൾ, അങ്ങനെയുള്ള പല കേബിളുകളുടെ ഒരു നിര തന്നെ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കേബിളുകളും ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. എൻ്റെ ഡിവൈസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അതുപോലെ സെർവർ ഡിവൈസുകൾ, ഫോൺ, TV, വയർലെസ് ടാബ്ലറ്റ്, അതുപോലെ സ്മാർട്ട് ഡിവൈസസ്, ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ കഴിയും. ആ ഡിവൈസുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഞാനൊരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുകയാണ്. PC ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫിസിക്കൽ കണക്ഷൻസ് കാണാൻ കഴിയും. അതുപോലെ കോൺഫിഗറേഷനിൽ IP സെറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെയുള്ള കുറച്ച് കോൺഫിഗറേഷൻസ് ഇവിടെയുണ്ട്. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്താൽ അതിൽ IP കോൺഫിഗർ ചെയ്യാം. അതുപോലെ തന്നെ ഡയലപ്പ്, ടെർമിനൽ തുടങ്ങിയ കുറച്ചധികം ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാനും റൺ ചെയ്യാനും കഴിയും. എന്താണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ചെറിയ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്നതെന്നും അതിലുള്ള ഡിവൈസുകളെ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നും വിശദമായി വിവരിച്ചു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.